ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പ് കിറ്റാണ്. അപ്പോൾ സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അതുപോലെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബിഗിനേഴ്സിന് നമ്മുടെ കയ്യിൽ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് മേക്കപ്പ് ഐറ്റംസ് നമ്മൾ പണ്ട് ഇതുപോലെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഞാൻ അന്ന് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് വളരെ നല്ലതെന്ന് തോന്നിയ കുറച്ച് പ്രോഡക്റ്റ്സാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത്. മാത്രമല്ല ഞാനിപ്പോൾ റെഗുലറായിട്ട് യൂസ് ചെയ്യാറുള്ളതും, റെഗുലർ മീൻസ് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാറുള്ള മേക്കപ്പ് പ്രോഡക്ട്സ്, അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ അധികം മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഞാൻ അങ്ങനെ ഹെവി ആയിട്ടൊന്നും മേക്കപ്പ് ചെയ്യാറില്ല. വളരെ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ഇപ്പം ഞാൻ ഈ ചെയ്തിരിക്കുന്നത് തന്നെയാണ് ഞാൻ എവിടെ പോയാലും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ കുറേ സാധനങ്ങൾ വാരി മുഖത്തിടുക എന്നുള്ളതല്ല. നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫേസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് അത്യാവശ്യം ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഒരു മേക്കപ്പ്, അത്രയേ ഉള്ളൂ. അല്ലാതെ കുറേ സാധനങ്ങൾ ഇങ്ങനെ വാരിയിട്ട് അത് ഇപ്പം നമ്മളിപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബ് വീഡിയോസിലൊക്കെ ഒരുപാട് മേക്കപ്പ് ട്യൂട്ടോറിയൽസ് കാണാറുണ്ട്. അപ്പോൾ അവർ കാണിക്കുന്ന എല്ലാം നമ്മളെടുത്ത് ഉപയോഗിക്കേണ്ട ഒരാവശ്യവും ഇല്ല. നമ്മുടെ സ്കിന്നിന് എന്തിട്ടാലാണോ ഭംഗി അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യം നിങ്ങൾക്കറിയാം. ഒരു മോയ്സ്ചറൈസർ, പിന്നെ വെയിലത്ത് പോവുകയാണെങ്കിൽ ഒരു സൺസ്ക്രീൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാവരും ഫോളോ ചെയ്യുക. അപ്പം ഞാനതിപ്പോൾ ഇട്ട് കാണിക്കുന്നില്ല. ഈ രണ്ട് സാധനങ്ങളെക്കുറിച്ച് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നില്ല. ഇത് ഞാൻ മേക്കപ്പിലല്ല, സ്കിൻ കെയർ പ്രോഡക്റ്റ്സിലാണ് നമ്മൾ ഉൾപ്പെടുത്തുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ സ്കിൻ കെയർ പ്രോഡക്ട്സിൻ്റെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പം ഞാൻ ഈ പ്രോഡക്ട്സിനെ കുറിച്ചിട്ട് നിങ്ങളുടെ പറയാം. ഓക്കെ, അപ്പോൾ മസ്റ്റായിട്ടും ഒരു മോയ്സ്ചറൈസർ, പിന്നെ ഒരു സൺസ്ക്രീൻ, SPF 50 ആണെങ്കിൽ ഒരു സൺസ്ക്രീൻ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. ഇപ്പോൾ ഒരാൾ ഇന്നൊരു സാധനം പറഞ്ഞാൽ അത് ഓടിപ്പോയി വാങ്ങണമെന്നല്ല. നമ്മുടെ സ്കിൻ ടൈപ്പും ഒക്കെ നോക്കിയിട്ട് വേണം ഈ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്തതിന് ശേഷം നേരെ നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. അപ്പോൾ മേക്കപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ നമ്മൾ നോക്കുക, ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഡാർക്ക് സർക്കിൾസോ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സോ പിഗ്മെൻറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ഫേസിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് കൺസീലർ. അപ്പം ഞാൻ ഈ യൂസ് ചെയ്തിരിക്കുന്ന കൺസീലർ എന്ന് പറയുന്നത് മേക്കപ്പ് റെവല്യൂഷൻ്റെ IRL ഫിൽറ്റർ കൺസീലറാണ്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് കൺസീലറാണ്. ഞാനിതിപ്പോൾ കുറേ നാളായിട്ട് ഈ ഒരു സാധനം എൻ്റെ കൈ കിട്ടിയതിന് ശേഷം പിന്നെ ഞാൻ വേറെ ഒരു കൺസീലർ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു കൺസീലറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഷെയ്ഡ് C13.2 എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഈ ഒരു കൺസീലറിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് എൻ്റെ ആക്ച്വൽ സ്കിൻ ടോണിനേക്കാളും ഒരു ഷെയ്ഡ് ഡാർക്കറാണ്. അപ്പോൾ ഇത് എനിക്ക് ഡാർക്ക് സർക്കിൾസ് മറയ്ക്കാനായിട്ട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഷെയ്ഡ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ആപ്ലിക്കേറ്ററും ഇതും നല്ല എന്താ പറയുക, നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ആപ്ലിക്കേറ്ററാണ് ഇതിൻ്റെ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത്, കണ്ടോ. എൻ്റെ സ്കിൻ ടോണിനേക്കാളും കുറച്ച് ഡാർക്കറാണിത്, കണ്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ സ്കിൻ ടോണിനേക്കാളും ഒരു ഷെയ്ഡ് ഡാർക്കർ കൺസീലർ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ സെപ്പറേറ്റ് ഓറഞ്ച് കറക്റ്ററോ അങ്ങനെ ഒന്നും ഇടേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് അതിനെ ഒന്ന് കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ട ഒരു കൺസീലറുമാണ്, കൺസീലർ ഷെയ്ഡുമാണ്. ഇനി കൺസീലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൺസീലറാണിത്. ഇത് അത്യാവശ്യം നല്ല കവറേജാണ്. അതുപോലെ തന്നെ ഇത് നല്ലപോലെ ലാസ്റ്റ് ചെയ്യും. ഇപ്പോൾ ചില കൺസീലറൊക്കെ നമ്മളിപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് കുറേ നേരം, ഒരു 5-6 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും അതൊന്ന് ഫെയ്ഡ് ആവാറുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു ഡാർക്ക്നെസ് കുറച്ചൊന്ന് എടുത്ത് കാണിക്കാറുണ്ട്. പക്ഷേ ഇതെനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇത് നമുക്ക് ഫുൾ ടൈം ഇത് നല്ലൊരു കവറേജ് തരും. കുറേ നേരം അത്രയും നമുക്ക് എന്താ പറയുക,
കുറേ സമയം, അതായത് നമ്മളിപ്പോൾ ഒരു രാവിലെ ഇട്ട് കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം വരെയും ഇതിൻ്റെ ആ ഒരു പിഗ്മെൻറ്റേഷൻ നല്ല രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഡാർക്ക്നെസ്സിനെ നല്ല രീതിയിൽ തന്നെ ഇത് കവർ ചെയ്ത് നിർത്തും. ഇതങ്ങനെ ഫെയ്ഡ് ആവുമോ അങ്ങനെയൊന്നുമില്ല. ചില കൺസീലർ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോഴത്തേക്കും ആ ഒരു കുറച്ച് ഒന്നുകിൽ ഒന്ന് ആഷി പോലെ ആവും, അല്ലെങ്കിൽ ആ ഒരു ഡാർക്ക്നെസ് കുറച്ച് എടുത്ത് കാണിക്കും. പക്ഷേ ഈ ഒരു കൺസീലർ ഭയങ്കര നല്ലതാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഇത് ബ്ലെൻഡ് ചെയ്യാനും നല്ലതാണ്, നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ആവും. അതുപോലെ നമ്മളിപ്പോൾ സ്കിന്നിലേക്ക് ആ ഒരു കൺസീലർ ഇട്ടതായിട്ട് തോന്നത്തില്ല. പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡാണ്, കൺസീലറാണ്. നല്ല കവറേജ് തരുന്ന ഒരു കൺസീലറാണ്. അപ്പം എനിക്ക് യൂസ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൺസീലറാണ് മേക്കപ്പ് റെവല്യൂഷൻ്റെ IRL ഫിൽറ്റർ കൺസീലർ, ഷെയ്ഡ് C13.2. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു വിഷമകരമായ ഒരു കാര്യം, ഈ സെയിം ഷെയ്ഡ് ഇപ്പം നമ്മുടെ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ നൈക്കയിലോ ഒന്നും അവൈലബിൾ അല്ല. ഞാനപ്പോൾ ഇത് ഡെസേർട്ട് കാർട്ടിൽ, നമ്മുടെ ഇന്ത്യൻ വെബ്സൈറ്റുകളിലൊന്നും അവൈലബിൾ അല്ല. ഞാൻ ഡെസേർട്ട് കാർട്ടിൽ ഓർഡർ ചെയ്ത് വരുത്തിയ സാധനമാണ്. അത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, കൺസീലേഴ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മേടിക്കുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള സൈറ്റുകളിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ പ്രൈസിയാണ്. അപ്പോൾ ഇത് ഇവിടെ മേടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 400 സംതിങ് ആണ്ട് ഉള്ളൂ റേറ്റ്. പക്ഷേ നമ്മളിത് ഡെസേർട്ട് കാർട്ടിൽ ഓർഡർ ചെയ്യുമ്പോൾ ഒരു 900 സംതിങ് ഇതിന് വിലയുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ്, ബാക്കി കുറേ ഷെയ്ഡ്സുകളുണ്ട്, പക്ഷേ ഈ സെയിം ഷെയ്ഡ് ഇപ്പോൾ അവൈലബിൾ അല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെസേർട്ട് കാർട്ടിൽ നിന്ന് മേടിക്കാം, അതിന് കുറച്ചുകൂടെ എക്സ്പെൻസ് ആയിരിക്കും അങ്ങനെ മേടിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൺസീലർ. ഇതിൻ്റെ തന്നെ വേറെ ഷെയ്ഡുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഡസ്കി സ്കിൻ ടോൺകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഡാർക്ക്നെസ് കവർ ചെയ്യാനോ ഡാർക്ക് സർക്കിൾസ് മാറ്റാനോ ഡാർക്ക് സ്പോട്ട്സ് മാറ്റാനോ ഒക്കെ നല്ലൊരു കൺസീലറാണ്, നല്ലൊരു ഷെയ്ഡുമാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അതല്ലെന്നുണ്ടെങ്കിൽ വേറെയും ഒരുപാട് കൺസീലേഴ്സ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങളുടെ ആ ഒരു നമ്മുടെ ഓരോരുത്തരുടെയും സ്കിൻ ടോൺ, ഇപ്പോൾ ഡസ്കി സ്കിൻ ടോൺ ആണെങ്കിലും അതിൽ തന്നെ ഒരുപാട് വെറൈറ്റി സ്കിൻ ടോൺ ഉണ്ട് അല്ലേ. എല്ലാ ഡസ്കി സ്കിൻ ടോണും ഒരുപോലല്ല, അതിൽ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ഷെയ്ഡുകളുണ്ട്, ഡിഫറെൻറ്റ് സ്കിൻ ടോൺ ആണ് ഓരോരുത്തർക്കും. അപ്പം നിങ്ങൾ കറക്റ്റ് നിങ്ങൾക്ക് പറ്റുന്ന ഷെയ്ഡ് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് യൂസ് ചെയ്യുക. അപ്പം അങ്ങനെ നമുക്കിതുപോലെയുള്ള ഡാർക്ക് സർക്കിൾസ് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൺസീലർ യൂസ് ചെയ്യാം. അപ്പോൾ കൺസീലർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ് ഒരു സെറ്റിംഗ് പൗഡർ. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഷുഗറിൻ്റെ സെറ്റിംഗ് പൗഡറാണ്. ഇത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറെ ഒരു സെറ്റിംഗ് പൗഡറിലേക്ക് പോയിട്ടില്ല. അപ്പം പണ്ടൊക്കെ ഞാൻ കോമ്പാക്ട് പൗഡർ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ മേബിലിൻ്റെ ഒരു എന്താ പറയുക ലൂസ് പൗഡർ ഉണ്ടല്ലോ, അതൊക്കെയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ട്രാൻസ്ലൂസൻറ്റ് പൗഡർ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ കോമ്പാക്റ്റ് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഇതാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. ഇതിൽ പ്രത്യേകിച്ച് ടിൻ്റൊന്നുമില്ല, വൈറ്റ് കളറിലുള്ള ഇതുപോലെയുള്ള പൗഡറായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ മേക്കപ്പ് സെറ്റ് ചെയ്യാനും നമ്മുടെ ഇപ്പം സ്കിന്ന് പെട്ടെന്ന് ഇങ്ങനെ വിയർക്കാതിരിക്കാനും ഒക്കെ നല്ലൊരു മാറ്റ് ഫിനിഷ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര നല്ലതാണ്. ഈ ഷുഗറിൻ്റെ ലൂസ് പൗഡറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ യൂസ് ചെയ്തിട്ട് പിന്നെ ചേഞ്ച് ചെയ്യാത്തൊരു ലൂസ് പൗഡറാണ് ഇത്. നല്ലൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിപ്പോൾ കൺസീലർ ചെയ്ത പോർഷനിലേക്ക് നമുക്ക് എന്താ പറയുക ഒരു ബ്രഷോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പഫോ വെച്ചിട്ട് ജസ്റ്റ് ആദ്യം അവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് പൗഡർ എടുത്തിട്ട് ആ ഭാഗത്തേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അത് ഫുൾ മായ്ക്കാൻ പാടില്ല, കുറച്ച് നേരം അത് അങ്ങനെ തന്നെ ഇരുന്നിട്ടൊന്ന് സെറ്റ് ആവട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് അതൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഐബ്രോസോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ ലിപ് ബാം, നിങ്ങൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം തന്നെ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് വാസലിൻ്റെ ഈ ഒരു വാസലിൻ, ഇതിൻ്റെ ലിപ് ബാം. ഇത് നല്ലൊരു ലിപ് ബാമാണ്, നമ്മുടെ ലിപ്സിനെ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ നല്ലൊരു ലിപ് ബാമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ലിപ് ബാം അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും ലിപ്സ് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് അങ്ങനെ ഇരുന്നു. അതിനുശേഷം നമ്മൾ സെറ്റിംഗ് പൗഡർ ജസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐബ്രോസ് യൂസ് ചെയ്യാം, നമ്മുടെ ഐബ്രോസൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്
മാഴ്സിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ്. അടിപൊളി ഐബ്രോ പെൻസിലാണ് കേട്ടോ. ഇത് നല്ല പിഗ്മെൻറ്റഡാണ്. ഇതിൻ്റെ തന്നെ ബ്രൗണും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. അതുപോലെ ഇതിൽ തന്നെ ഇങ്ങനെ ഒരു നമുക്കിങ്ങനെ ഐബ്രോസ് ഇങ്ങനെ ചീക്കി കൊടുക്കാനുള്ള ഒരു ബ്രഷ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. ഐബ്രോ പെൻസിൽ കണ്ടോ, ഇത് നല്ല പിഗ്മെൻറ്റഡാണ്. നമുക്ക് വരച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല ഡാർക്കായിട്ടുള്ള നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ഐബ്രോ പെൻസിലാണത്. ഇതിൻ്റെ തന്നെ ബ്രൗണും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡാർക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണിലും ഇത് വെച്ചിട്ട് കണ്ണിൻ്റെ പുറത്തായിട്ട് അങ്ങനെ അപ്ലൈ ചെയ്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇതാണ് ഒരു ഐബ്രോ പെൻസിൽ, നല്ലൊരു ഐബ്രോ പെൻസിലാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല ഇഷ്ടപ്പെട്ടൊരു ഐബ്രോ പെൻസിലാണ് മാഴ്സിൻ്റെത്. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുത്ത ഒരു ലൂസ് പൗഡർ ഉണ്ടല്ലോ, അതൊരു ബ്രഷ് വെച്ചിട്ട് അങ്ങോട്ടേക്ക് തട്ടിക്കളയുക. അപ്പോഴത്തേക്ക് അത് ഫുൾ നല്ലപോലെ സെറ്റായിട്ടുണ്ടാവും. ഈ തട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഇവിടെ ഇങ്ങനെ ലൈൻസ് കാണുമല്ലോ ഈ കണ്ണിൻ്റെ താഴെ. അപ്പോൾ ആ ലൈൻസിൽ ഇങ്ങനെ ഈ കൺസീലറിൻ്റെ ആ ഒരു ഷെയ്ഡ് ഇങ്ങനെ അധികം ബ്ലെൻഡ് ആവാതെ ആ ഒരു ഇടയിലേക്ക് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് അപ്പോൾ അതൊന്ന് വലിയുമല്ലോ, എന്നിട്ട് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ തട്ടിക്കൊടുക്കുക. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക, ആ ഒരു ലൈൻസിൽ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു കൺസീലറൊക്കെ പോവും. ഞാൻ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ ആ കണ്ണിൻ്റെ താഴെ കൺസീലർ ഇട്ടതായിട്ട് അങ്ങനെ ഒരു അൺഫിനിഷിങ് ആയിട്ടുള്ള ഒരു സാധനമൊക്കെ മാറും. ഇങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് എടുത്തറിയാത്ത രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ അതിങ്ങനെ ആ ഒരു ചെറിയ പോർഷനിൽ അതിങ്ങനെ ഒരു കളർ പിടിച്ചതുപോലെ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പം സെറ്റിംഗ് പൗഡറായി, ഐബ്രോ പെൻസിലായി. നെക്സ്റ്റ് ഒരു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബ്ലഷ്. ഈ ബ്ലഷ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ എടുത്തറിയത്തൊന്നുമില്ല, ഭയങ്കര നാച്ചുറലായിട്ടുള്ള ഒരു ബ്ലഷാണ് ഇത്. നമ്മുടെ മെയ്ബിലിൻ്റെ ബ്ലഷാണ്. ഇതിൻ്റെ ഷെയ്ഡ് പാഷനേറ്റ് എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. അപ്പോൾ അത് ഇങ്ങനെയാണിത് വരുന്നത്. കണ്ടോ, ഇത് ഡസ്കി സ്കിൻ ടോണ് നല്ല പോലെ ചേരുന്ന ഒരു ബ്ലഷാണ്. അധികം എടുത്തറിയത്തൊന്നുമില്ല. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഫേസിലിട്ടേക്കുന്ന കണ്ടില്ലേ, എനിക്ക് അധികം എടുത്തറിയത്തില്ല. ഭയങ്കര കുറച്ച് നല്ലൊരു നാച്ചുറലായിട്ടിരിക്കും. അങ്ങനത്തെ ഒരു ബ്ലഷാണിത്, ഒരു പൗഡർ ബ്ലഷാണ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ വലുതായിട്ട് ഇങ്ങനെ കളർ ഇങ്ങനെ ചോപ്പിച്ച് അങ്ങനെ ഇരിക്കത്തൊന്നുമില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ചിലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട്, ഫംഗ്ഷനിലൊക്കെ എല്ലാം പോകുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. അല്ലാതെ റെഗുലർ പോകുമ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു ബ്ലഷ്, ഇത് നല്ലൊരു ബ്ലഷാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് ഭയങ്കര അടിപൊളിയാണ്. ഡസ്കി സ്കിൻ ടോൺകാർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, നല്ല അടിപൊളി ഷെയ്ഡാണ്. അപ്പോൾ ബ്ലഷായി. ഇനി നെക്സ്റ്റ് എന്താണ്, ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ലിപ്സ്റ്റിക്ക് നമ്മുടെ ലാക്മേയുടെ റെഡ് വൈൻ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഈ ലാക്മേയുടെ ഈ സെയിം ഇതിന് കുറേ നല്ല അടിപൊളി ഷെയ്ഡുകളുണ്ട്. നമ്മുടെ ഡസ്കി സ്കിൻ ടോൺകാർക്ക് ചേരുന്ന കുറേ ഷെയ്ഡുകളുണ്ട് ഇതിന്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ചേർത്തിട്ട് ഈ ഒരു സെയിം ബ്രാൻഡിൻ്റെ ഈ സെയിം ടൈപ്പ് തന്നെ ഡസ്കി സ്കിൻ ടോണിന് ചേരുന്ന കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡുകൾ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ലിപ്സ്റ്റിക്ക് നമുക്കൊരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനം ലിപ്സ്റ്റിക്ക് അല്ലേ. ഇതിപ്പോൾ എനിക്കൊന്ന് എല്ലാവരും ഇപ്പോൾ കോളേജിൽ പോകുന്നവരാണെങ്കിലും എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ് ലിപ്സ്റ്റിക്ക്. വേറെ അധികം ഒന്നും മേക്കപ്പ് ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും എല്ലാവരും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കാജലാണ്. നമ്മളെല്ലാവരും കണ്ണെഴുതാൻ ഇഷ്ടമുള്ളവരാണല്ലോ. അപ്പോൾ കാജൽ അതും നല്ലൊരു സംഭവമാണ്. അപ്പോൾ കണ്ണുകളൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കാൻ നമുക്ക് കാജൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ സെയിം ഷുഗറിൻ്റെ തന്നെ കാജലാണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സ്മജ് ആകാത്ത, ഇങ്ങനെ പടരൊന്നും ചെയ്യാത്ത, നമ്മൾ എഴുതിയ അതുപോലെ ഇരിക്കുന്ന ഒരു കാജലാണ്. ഇതിൻ്റെ ഡാർക്ക് ബ്ലാക്കും ഉണ്ട്, അതുപോലെ തന്നെ ബ്രൗണും ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇതിൻ്റെ പിഗ്മെൻറ്റേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതേ കണ്ടോ, ഇത് ബ്രൗൺ ആണ്. അതിൻ്റെ രണ്ടും നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള കാജലുകളാണ്. ഇത് നമുക്ക് കണ്ണിൻ്റെ മീതെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കണ്ണിൻ്റെ ഈ പുറമേ മാത്രമേ എഴുതാറുള്ളൂ കേട്ടോ. പണ്ടൊക്കെ താഴെ എഴുതുമായിരുന്നു, വാട്ടർ ലൈനിൽ എഴുതുമായിരുന്നു. പക്ഷെ ഇപ്പം ഞാനങ്ങനെ കണ്ണിൻ്റെ ഉള്ളിൽ എഴുതാറില്ല.
പുറത്ത് മാത്രമേ എഴുതാറുള്ളൂ. ഇത് കണ്ണിൻ്റെ ഉള്ളിൽ വാട്ടർ ലൈനിൽ എഴുതിയാലും നല്ല ഡാർക്കായിട്ട് ഉള്ള ഒരു കാജലാണ്. അപ്പോൾ ഇത് രണ്ടും എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇതൊക്കെ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാതെ റെഗുലറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഒരു കാജൽ ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഐലൈനർ ഉപയോഗിക്കണം എന്നുള്ളവർക്ക് ഐലൈനർ ഉപയോഗിക്കാം. അത് എനിക്ക് നല്ലതെന്ന് തോന്നിയത് നമ്മുടെ മെയ്ബിലിൻ്റെ ഒരു ഐലൈനർ ഞാൻ എടുത്തിട്ടില്ല. ഐലൈനറായിട്ട് നമുക്ക് ഈ മെയ്ബിലിൻ്റെ ഈ ഒരു ഐലൈനർ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ പണ്ട് മുതലേ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത് നല്ലതാണ്. ഇതിൻ്റെ ഈ ഒരു ബ്രഷ് ഉണ്ടല്ലോ, ഇത് നമുക്ക് നല്ല വിങ് ലൈനറൊക്കെ വരയ്ക്കാൻ പറ്റിയൊരു നല്ലൊരു ബ്രഷൊക്കെയാണ് ഇതിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്തൊരു സംഭവം. അപ്പോൾ കാജൽ വേണമെന്നുള്ളവർക്ക് അത് ഉപയോഗിക്കാം, ഐലൈനർ ഉപയോഗിക്കാം. പിന്നെ ഐബ്രോസിന് വേണ്ടിയിട്ട് നമ്മുടെ മാഴ്സിൻ്റെ ഐബ്രോ പെൻസിൽ. അപ്പോൾ ഇതേ ഉള്ളൂ. പിന്നെ മസ്കാര വേണമെന്നുള്ളവർക്ക് മസ്കാര ഇടാം. മസ്കാര എല്ലാ ദിവസവും ഇടുന്നത് അത്ര നല്ലതല്ല, നമ്മുടെ ഐലാഷസിന് നല്ലതല്ല. അതുപോലെ തന്നെ കണ്ണിന് ചിലപ്പോൾ ഇറിറ്റേഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് മസ്കാര വല്ലപ്പോഴും ഇടാൻ മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മെയ്ബിലിൻ്റെ ഈ ഒരു മസ്കാര ലാഷ് സെൻസേഷണൽ മസ്കാര, ഇത് നല്ലൊരു മസ്കാരയാണ് കേട്ടോ. അത്യാവശ്യം നമ്മുടെ ഐലാഷസൊക്കെ നല്ല വോളിമൈസിങ് ആയിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസ്കാരയാണ്. ഇത് നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്നൊരു മസ്കാരയാണ്. വാട്ടർ പ്രൂഫാണ്. അങ്ങനെ പെട്ടെന്നൊന്നും ഈ സാധനം മാഞ്ഞൊന്നും പോകത്തില്ല. മേക്കപ്പ് റിമൂവർ വെച്ച് മായ്ച്ചാലൊന്നും ഇത് മായത്തില്ല കേട്ടോ. നല്ലപോലെ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്ലൻസർ ഉപയോഗിച്ചിട്ട്, ഇപ്പം വെളിച്ചെണ്ണയോ അങ്ങനെ നാച്ചുറലായിട്ടാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബേബി ഓയിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് മായ്ച്ചാലേ ഈ സാധനം പോകത്തുള്ളൂ. ഇപ്പം അല്ലാതെ നമ്മുടെ മേക്കപ്പ് റിമൂവർ വെച്ചിട്ടൊന്നും മായ്ച്ചാൽ ഇത് പോകത്തില്ല. അപ്പോൾ മസ്കാര വേണം എന്നുള്ളവർക്ക് ഐ മേക്കപ്പിൽ മസ്കാരയും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പിന് അത്യാവശ്യം നമ്മുടെ കയ്യിൽ വേണ്ടുന്ന കുറച്ച് പ്രോഡക്റ്റ്സ്. ഒരു കൺസീലർ, പിന്നെ ഒരു സെറ്റിംഗ് പൗഡർ, ബ്ലഷ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബ്ലഷ്, പിന്നെ ഐബ്രോസിന് വേണ്ടിയിട്ടൊരു ഐബ്രോ പെൻസില്, പിന്നെ നമ്മുടെ കണ്ണുകൾ അതിന് വേണ്ടിയിട്ടൊരു കാജൽ അല്ലെങ്കിൽ ഒരു ഐലൈനർ എന്തെങ്കിലും. അതുപോലെ മസ്കാര വേണമെന്നുള്ളവർക്കൊരു മസ്കാര. ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ലിപ്സിന് വേണ്ടിയിട്ടൊരു ലിപ് ബാമും പിന്നെ ഒരു ലിപ്സ്റ്റിക്കും. ഒരു ലിപ്സ്റ്റിക് ഇഷ്ടമുള്ളത് നമുക്കത് ഓൾറെഡി നമ്മുടെ ചാനൽ നമ്മൾ വെറൈറ്റി ലിപ്സ്റ്റിക്കിൽ നമ്മുടെ ഡസ്കി സ്കിൻ ടോൺകാർക്ക് വേണ്ടിയുള്ളത് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേടിക്കാം. അപ്പോൾ അതെ, ഇത്രയും സാധനങ്ങൾ മതി നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്കിപ്പോൾ സെറ്റിംഗ് പൗഡറിന് പകരം കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബ്ലഷ് ഇത് വേണമെന്നുള്ളവർക്ക് യൂസ് ചെയ്യാം, അല്ലാത്തവർക്ക് വേണ്ട. എന്നാലും കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒരു നാച്ചുറലായിട്ട് അതും എടുത്തറിയാത്ത പോലെ ഒന്ന് ബ്ലഷൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ പ്രോഡക്ട്സിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, ചെക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.